കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഒരു സർവേ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. TMPSR എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ സർവേ പുറത്തുവിട്ടത്. ആ സർവേ പ്രകാരം കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും, UDF ഉജ്ജ്വല വിജയത്തോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് കയറും എന്നാണ് ആ സർവേ ഫലം പറയുന്നത്. ആ സർവേയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഓരോ ജില്ലയും തിരിച്ചുള്ള, ഓരോ മേഖലകളും തിരിച്ചുള്ള സീറ്റുകളുടെ എണ്ണം, ഓരോ സീറ്റുകളിലും ആർക്കാണ് മുൻതൂക്കം എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മധ്യ കേരളത്തിലെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ UDF വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഒരു അപ്രമാദിത്വം UDFന് ഇത്തവണ ഉണ്ടാകും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അത് അവർ ഈ മധ്യകേരളത്തിൽ കണക്ക് കൂട്ടുന്നത് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നിങ്ങനെ 4 ജില്ലകളാണ്. ഈ 4 ജില്ലകളിലായിട്ട് 41 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കോട്ടയത്ത് 9 നിയമസഭാ മണ്ഡലങ്ങൾ, ഇടുക്കിയിൽ 5, എറണാകുളത്ത് 14, തൃശ്ശൂരിൽ 13 എന്നിങ്ങനെ 4 ജില്ലകളിലായിട്ട് 41 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഈ 41 നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും 15 എണ്ണം മാത്രമാണ് UDFന് ജയിക്കാൻ കഴിഞ്ഞത്. 26 ഇടങ്ങളിലും LDF ആണ് കഴിഞ്ഞ തവണ വിജയം വരിച്ചത്. ആ കണക്ക് നോക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ തവണ UDFന് വെറും 4 സീറ്റുകൾ മാത്രം ലഭിച്ചു. ഇടുക്കിയിൽ 1 ലഭിച്ചത്, എറണാകുളത്ത് 9, തൃശ്ശൂരിൽ 1 ലഭിച്ചു. അങ്ങനെയാണ് UDFന് ലഭിച്ചിരിക്കുന്ന ആ സീറ്റുകളുടെ എണ്ണം. എന്തായാലും കഴിഞ്ഞ തവണ സാധാരണഗതിയിൽ ഈ മധ്യമേഖല അല്ലെങ്കിൽ മധ്യ കേരളം എന്ന് പറയുന്നത് UDFന്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു. കോട്ടയം, ഇടുക്കി, എറണാകുളം പോലെയുള്ള ജില്ലകൾ എന്നും UDFനൊപ്പം നിന്നിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞതോടെ അത് UDFന് എതിരായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എങ്കിൽ പോലും ആ LDF തരംഗത്തിനിടയിലും എറണാകുളം ജില്ല UDFന് കൈകൊടുത്തു. 14ൽ 9 മണ്ഡലങ്ങളും UDFന് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്തവണ ആ ചിത്രത്തിന് വലിയ ഒരു മാറ്റമുണ്ടാകും. UDFന്റെ ഒരു കടന്നുകയറ്റം ഈ 4 ജില്ലകളിലും ഉണ്ടാകുമെന്നാണ് ഈ പറയുന്ന സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ഈ 41 സീറ്റുകളിൽ ഇത്തവണ ഏതാണ്ട് 27 മുതൽ 33 വരെ സീറ്റുകൾ UDF സ്വന്തമാക്കും എന്ന് സർവേ പ്രവചിക്കുന്നു. LDFനെ സംബന്ധിച്ച് ഏതാണ്ട് 8 മുതൽ 14 സീറ്റുകൾ വരെയാണ് ഈ 41 സീറ്റുകളിൽ ലഭിക്കുക എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LDFന്റെ നിലവിലെ സിറ്റിംഗ് സീറ്റുകൾ ബഹുഭൂരിപക്ഷവും UDF പിടിച്ചെടുക്കും. ആ UDFന്റെ ആ തേരോട്ടത്തിൽ MLA മാർ മാത്രമല്ല, മധ്യ കേരളത്തിലുള്ള LDFന്റെ മന്ത്രിമാർ ഉൾപ്പെടെ ഇത്തവണ തോൽവി ഏറ്റുവാങ്ങും എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 എണ്ണം വരെ UDFന് ഇത്തവണ ജയിക്കാൻ കഴിയും എന്നാണ് സർവേ പറയുന്നത്. അതിനകത്ത് LDFന് വിജയം പ്രവചിക്കുന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അത് വൈക്കവും ഏറ്റുമാനൂരുമാണ്. വൈക്കം അവർ നിരന്തരം സ്ഥിരമായിട്ട് LDF ജയിക്കുന്ന മണ്ഡലമാണ്. CPIയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ അവർ ആ സീറ്റ് നിലനിർത്തുമെന്ന് പറയുമ്പോൾ പോലും അവിടെ വലിയൊരു മുൻതൂക്കം LDFനില്ല. ഏതാണ്ട് 1-2% ഒരു വ്യത്യാസം മാത്രമാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാവുക. അതായത് UDFന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ, വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഈ സർവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റുമാനൂരിൽ നിലവിൽ മന്ത്രി VN വാസവനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അദ്ദേഹം ഒരു 3% ക്ലിയർ മെജോറിറ്റിയോടുകൂടി ആ മണ്ഡലം നിലനിർത്തുമെന്ന് പറയുന്നു. അപ്പോൾ പോലും ബാക്കി 7 മണ്ഡലങ്ങളിലും UDFന്റെ ഒരു തേരോട്ടം. നിലവിൽ 4 മണ്ഡലങ്ങളാണ് UDFനുള്ളത്. അവിടെ LDFന്റെ 3 സിറ്റിംഗ് മണ്ഡലങ്ങൾ കൂടി UDF പിടിച്ചെടുക്കും. അത് പറയുന്നത് പൂഞ്ഞാറുണ്ട്, കാഞ്ഞിരപ്പള്ളിയുണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട് എന്നിങ്ങനെ 3 LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുക്കും എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന കോട്ടയം, ഒപ്പം തന്നെ പുതുപ്പള്ളി പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനും വിജയിക്കുമെന്നും ഈ സർവേ പറയുന്നുണ്ട്. പാല UDF നിലനിർത്തും. ഒപ്പം തന്നെ കടുത്തുരുത്തി UDF നിലനിർത്തും. അതിന് പിറകെയാണ് ഈ 3 സിറ്റിംഗ് സീറ്റുകൾ LDFിൽ നിന്നും പിടിച്ചെടുക്കുക കൂടി ചെയ്യുന്നത്. പിന്നെ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ നിലവിൽ UDFന് തൊടുപുഴ മാത്രമാണുള്ളത്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് ആണ്
PJ ജോസഫാണ് അവിടുത്തെ സിറ്റിംഗ് MLA. എന്നാൽ ഇത്തവണ അദ്ദേഹം മത്സരത്തിന് ഇറങ്ങുന്നില്ല. പകരം അദ്ദേഹത്തിന്റെ മകൻ അബു ജോൺ ജോസഫാണ് ഇത്തവണ മത്സരിക്കുന്നത്. ആ ഇടുക്കിയിൽ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ നേടിയ LDF ഇത്തവണ 1 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അവർക്ക് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് സർവേയിൽ പറയുന്നത് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയിൽ പോലും അവിടെ വലിയൊരു ഒരു മേധാവിത്വം അവർക്കില്ല. പരമാവധി 2% വോട്ടുകളുടെ ഒരു ഡിഫറൻസ് മാത്രമാണ് നിലവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ബാക്കി അവരുടെ നിലവിലെ സിറ്റിംഗ് മണ്ഡലങ്ങളായിട്ടുള്ള ദേവികുളവും പീരുമേടും തൊടുപുഴയും UDF പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. തൊടുപുഴയിൽ പറയുന്ന പോലെ ഏതാണ്ട് 28% വോട്ട് മാത്രമേ LDF നേടാൻ സാധിക്കുകയുള്ളൂ. 55% വോട്ടുകൾ UDFന്റെ അബു ജോൺ ജോസഫ് നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇടുക്കിയാണ്. ഇടുക്കി മണ്ഡലത്തിൽ നിലവിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ളത് മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിനാണ്. പക്ഷേ റോഷി അഗസ്റ്റിൻ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റോയി കെ പൗലോസിനോട് തോൽക്കും എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ ദേവികുളം നിലവിൽ സിറ്റിംഗ് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. രാജയാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അവിടെ കോൺഗ്രസിന്റെ രാജ ഇത്തവണ വിജയിച്ച് കയറുമെന്ന് സർവേ പറയുന്നുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണ 9 UDF വിജയിച്ചു. 5 ഇടങ്ങളിൽ LDFനും വിജയിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇത്തവണ LDFന് വ്യക്തമായ മേധാവിത്വമുള്ള മണ്ഡലങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. LDFന്റെ പക്കലുള്ള സിറ്റിംഗ് സീറ്റുകൾ ബഹുഭൂരിപക്ഷവും UDF പിടിച്ചെടുക്കും. ഒപ്പം തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലുള്ള CPMന്റെ മന്ത്രിയായിട്ടുള്ള P രാജീവ് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ തോൽക്കും എന്ന വളരെ സുപ്രധാനമായ വിവരവും ഈ സർവേ പുറത്തുവിടുന്നുണ്ട്. അവിടെ മുസ്ലിം ലീഗിനാണ് ആ സീറ്റുള്ളത്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ അബ്ദുൽ ഗഫൂറാണ് അവിടെ മത്സരിക്കുന്നത്. അബ്ദുൽ ഗഫൂറിനോട് സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള മന്ത്രി P രാജീവ് തോൽക്കുമെന്ന് പറയുന്നു. അവിടെ ഏതാണ്ട് 12 മുതൽ 14 വരെ സീറ്റുകളിൽ UDFന് വലിയ മേധാവിത്വം നൽകുന്നു എന്നതാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നീട് തൃശ്ശൂരേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അവിടെ കഴിഞ്ഞ തവണ UDFന് 1 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചാലക്കുടിയാണ്. കോൺഗ്രസ് ആണ് അവിടെ വിജയിച്ചത്. ബാക്കി 13ലും LDF വിജയിച്ചു. എന്നാൽ ഇത്തവണ LDFന് വിജയം ഉറപ്പിച്ച് പറയാവുന്ന ഏതാണ്ട് 4 മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. ബാക്കി 9 ഇടങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. അതായത് UDFന് ഏതാണ്ട് 4 മുതൽ 7 വരെ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും സർവേ പറയുന്നു.